ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുക. അപ്പോൾ ബാലൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഫോൺ എടുത്ത് പേടിക്കാനൊന്നുമില്ല, വിഷമിക്കൊന്നും വേണ്ട, ഞാൻ സുലാജിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു കുഴപ്പമില്ല, ബസ് സ്റ്റാൻഡറായിട്ട് നിൽക്കാനേ ഒരു സ്ത്രീയെ വേണമെന്ന് ആവശ്യപ്പെട്ട ആരെങ്കിലും വേണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ അലീനയുണ്ട്, വേണമെങ്കിൽ അവൾ വന്ന് നോക്കിക്കോളും എന്ന് ബാലൻ പറയുമ്പം അത് വൈദ്യച്ചിയുടെ ആങ്ങളമാർക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഇഷ്ടം നോക്കേണ്ടത് ഹോസ്പിറ്റലല്ല, അവരുടെ വീട്ടിലാണെന്ന കാര്യം പറയാം ബാലൻ. ഹോസ്പിറ്റൽ നോക്കേണ്ടത് വൈദ്യയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണെന്ന് ഇങ്ങനെ ബാലൻ അദ്ദേഹത്തിനോട് പറയുമ്പം ബാലേട്ട പിന്നെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ എന്തായി, അലീനയെ തിരികെ കൊണ്ടുവന്നപ്പോൾ അപ്പോൾ എൻ്റെ വീട്ടിൽ ആരൊക്കെ വേണമെന്ന് ഞാനല്ലേ നിശ്ചയിക്കേണ്ടത്. കമലയ്ക്കും ശിവേട്ടനും ഹരിക്കും ഭരിക്കാൻ ഒരു വീടങ്ങ് കൊല്ലപ്പള്ളിയിലുണ്ട്, കൈതക്കൽ മാളിക വീട്, അവിടെ പോയി ഭരിച്ചോട്ടെ. ഇവിടുന്ന് ഞാൻ എല്ലാത്തിനും അടിച്ചിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവർ കൊല്ലപ്പള്ളി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടാകുമെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ശിവേട്ടൻ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്, രാജീവേട്ടനുമായി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്നേരം പറയുമ്പം ഗോവർദ്ധൻ തൻ്റെ ഒരു നോട്ടം വേണം കേട്ടോ എല്ലായിടത്തും. വൈദ്യയുടെ ആങ്ങളമാർ രണ്ടും വിഷമാണ്, അവരെ അടുപ്പിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. ആരെന്തു പറഞ്ഞാലും എനിക്ക് ബാലേട്ടൻ പറയുന്നതല്ലാതെ വേറൊന്നും പറ്റത്തില്ല എന്നങ്ങ് പറഞ്ഞാൽ മാത്രം മതിയെന്നും പറഞ്ഞു. ശരി ബാലേട്ട, ഞാൻ അങ്ങനെ ചെയ്തോളാമെന്ന് പറഞ്ഞു. അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ബാലൻ എന്നിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കും. അപ്പോഴത്തേക്കും നമ്മുടെ അലീന അച്ഛന് കഴിക്കാനുള്ളതൊക്കെ ആയിട്ട് റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ അച്ഛൻ ഇന്ന് വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലല്ലോ എന്ന് അലീന ഇങ്ങനെ ബാലനോട് ചോദിക്കുമ്പം വിശപ്പ് കെട്ടുപോയി എന്ന് ബാലൻ പറയുക. കഴിക്കുന്ന കാര്യമൊന്നും ഓർമ്മയിലോട്ട് പോലും വന്നില്ല മോളെ എന്ന് പറഞ്ഞു. ഭയങ്കര ടെൻഷനായിരുന്നല്ലേ എന്ന് അലീന ചോദിക്കുമ്പം നീ എന്താ കഴിച്ചത്? അച്ഛൻ്റെ കാര്യം പോലെ എൻ്റെയും വിശപ്പ് തോന്നിയതേ ഇല്ല എന്നും ഇത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഒന്നും കഴിക്കാതെ പിടിച്ചു നിൽക്കാമെന്നും അലീന പറയാം. എന്നാൽ മോൾ ആദ്യം പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്കാൻ പറഞ്ഞു. അല്ല, ഞാൻ എൻ്റെ സംസാരിക്കണ്ട, കഴിച്ചിട്ട് സംസാരിച്ചാൽ മതി. അപ്പോൾ ശരിയെന്നും പറഞ്ഞു. അലീന അങ്ങോട്ടേക്ക് പോവുക. ബാലൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹരി ഏതോ ഒരു പെണ്ണിനെ കാണാനായിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ പെങ്കൊച്ചോടി ഹരിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ കയറാൻ പറഞ്ഞു. അപ്പോൾ എങ്ങോട്ട് പോകാനാന്ന് ചോദിച്ചു. കയറാൻ പറഞ്ഞാൽ കയറിക്കോളെന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ച് വണ്ടിയിലും കയറ്റി അതിനെയും കൊണ്ട് എത്തിലേക്കോ പോവുക ഈ ഹരി. ആ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനു കൈതക്കൽ വീട്ടിലേക്ക് വരിക. അപ്പോൾ കൈതക്കലേക്ക് വന്നു, ഡോറൊക്കെ അടഞ്ഞു കിടക്കുന്നു. ഒന്ന് കോളിംഗ് ബെൽ അടിച്ചു. അപ്പോഴേക്കും നമ്മുടെ അലീന വന്ന് വാതിൽ തുറന്നു. ഈ സമയം കൊണ്ട് ഈ ഹരി എന്ന് പറഞ്ഞവൻ ആ പെങ്കൊച്ചിനെയും കൊണ്ട് ലോകം മുഴുവൻ ഒരു ബൈക്കിൽ ചുറ്റും കേട്ടോ. അപ്പോൾ നീ ഇത് എങ്ങോട്ടായി പോകണേ? ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞല്ലോ, എങ്ങോട്ടാണെന്ന് പറയാനാ പെങ്കൊച്ച് പറയുമ്പോൾ കാനനച്ചോലയിൽ ആട് മേയ്ക്കാൻ പോവുക നമ്മളെന്ന് പറഞ്ഞു. കാനനച്ചോല അത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അത് കുറച്ചും കൂടെ അങ്ങ് പോയാൽ മതി, എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുമ്പം നിന്നെ പറ്റിക്കാനാണെങ്കിൽ അത് എനിക്ക് എപ്പോഴേ ആകാമായിരുന്നു എന്ന് ചോദിച്ചു ഈ ഹരിയെ. അങ്ങനെ ആ കൊച്ചിൻ്റെ വിശ്വാസമൊക്കെ നേടിയെടുക്കുക. കൊച്ചാണെങ്കിൽ വട്ടം കെട്ടി പിടിച്ചിരുന്ന് പോവുകയാണ് ഹരിയുടെ കൂടെ. അപ്പോഴേക്കും അലീന വന്നു മനുവിനും ചായ കൊടുത്തു. അപ്പം മനുവേട്ടനും ഇന്ന് ഉപവാസം അല്ലേ എന്ന് അലീന മനുവിനോട് ചോദിക്കുമ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മറന്നു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്, ഏതൊക്കെയാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചാൽ മനു അനിലിനോട്. ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആപത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ വിശപ്പ് നമ്മളത് അറിയാതെ പോകും. നമ്മൾ അസ്ഥിക്ക് പിടിച്ചൊരു പ്രേമത്തിൽ പെട്ടു പോയിരിക്കുകയാണെങ്കിൽ വിശപ്പ് അറിയത്തേ ഇല്ല. നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ വിശക്കത്തേ ഇല്ല. നമ്മൾ കടുത്ത അപമാനത്തിൽ ആഴ്ന്നിറങ്ങിപ്പോയാലും നമുക്ക് വിശക്കത്തേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം 100% ശരിയാണെന്ന് അലീന പറയൂ കേട്ടോ. ആൻറ്റി അപകടത്തിൽ പെട്ടു എന്ന് കേട്ടതിന് ശേഷം ഇതുവരെ ആ വിശപ്പും ദാഹവും എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് മനു അലീനയോട് പറയും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ അലീന കൊണ്ടുവച്ച ആ ഒരു ഇതൊക്കെ കഴിച്ച് നമ്മുടെ കഴിച്ചുകൊണ്ട് മനു അവിടെ ഇരിക്കുമ്പോൾ അലീന മനുവിൻ്റെ അരികിൽ ഇരുന്നു കേട്ടോ. അപ്പോൾ ഒരു സോറി പറയാൻ വിട്ടുപോയി എന്ന് മനു പറയുമ്പം എന്നോടോ? പിന്നെ വേറെ ആരോടാ? അല്ല, എന്തിനാ സോറി പറയുന്നതെന്ന് അലീന ചോദിച്ചു. എൻ്റെ അച്ഛനും അമ്മയും അനുജനും കൂടെ ആണല്ലോ അലീനയോട് അത്രയും മോശമായിട്ട് പെരുമാറിയത്. അപ്പം അതിന് സോറി പറയാൻ പോയാൽ മനുവേണ്ട പിന്നെ അതിനെ നേരം കാണത്തുള്ളൂ എന്ന് അലീന പറഞ്ഞു. അവരിനിയും അങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം ഞാനിവിടെ നിൽക്കുന്നിടത്തോളം ദിവസം എനിക്കെതിരായിട്ട് പല പ്രവർത്തികളും ഉണ്ടാകും മനുവേട്ടാ. അത് അവരുടെ ആരുടെയും കുഴപ്പമൊന്നുമല്ല, എൻ്റെ കുഴപ്പമാണെന്ന് അലീന ഇങ്ങനെ മനുവിനോട് അന്നേരം പറഞ്ഞു. ഞാനിവിടെ വരരുതാത്തവളല്ലേ എന്നും വന്നാൽ തന്നെ വേഗം സ്ഥലം വിടേണ്ടവളല്ലേ എന്നും ചോദിച്ചു. എന്ന് വെച്ചാൽ അർഹിക്കാത്ത സ്ഥലത്താണ് ഇരിക്കുന്നതെന്നാണോ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞ ഒരു നുണക്കഥയുടെ മേലെയല്ലേ ഞാനിപ്പോൾ ഇവിടെ കയറിയിരിക്കുന്നത്. അച്ഛന് കല്യാണത്തിന് മുൻപേ വേറെ ഏതോ സ്ത്രീയിൽ ജനിച്ച ഒരു മകള്, അങ്ങനെ ജനിച്ചതാണെങ്കിൽ പോലും എനിക്ക് വീട്ടിൽ കയറി താമസിക്കാൻ കൊള്ളാവോ എന്നും അലീന മനുവിനോട് ചോദിക്കപ്പോൾ മനു ഇങ്ങനെ അലീനയെ തന്നെ നോക്കിയിരിക്കും കേട്ടോ. ഞാൻ ശരിക്കും അച്ഛൻ അങ്ങനെ ഒരു ബന്ധത്തിലുണ്ടായ മകളായിരുന്നുവെങ്കിൽ അച്ഛൻ എന്നെ ഇവിടെ താമസിപ്പിക്കാൻ ധൈര്യപ്പെടുമായിരുന്നോ എന്നും അലീന ഇങ്ങനെ മനുവിനോട് ചോദിക്കും കേട്ടോ.
അങ്ങനെ മനുവും ഉത്തരം കിട്ടാതെ ഇങ്ങനെ ഇരിക്കുക. ഒരിക്കലും അച്ഛൻ അതിന് തയ്യാറാകുമായിരുന്നില്ല മനുവേട്ടാ എന്ന് അലീന മനുവിനോട് പറയണം. ഇതല്ല സത്യം, ഇതെൻ്റെ നേരെ എതിർവശമാണ് സത്യമെന്ന് അറിയാവുന്നതിൻ്റെ അഹങ്കാരത്തിലല്ലേ അച്ഛൻ എന്നെ ഇപ്പോൾ ഇവിടെ താമസിപ്പിക്കുകയും അതുപോലെ എൻ്റെ സ്വന്തം മകളാണെന്ന് എല്ലാവരോടും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അലീന ചോദിക്കുമ്പം മനു അതൊക്കെ ശരിയാണല്ലോ എന്ന് ചിന്തിച്ചിരിക്കും. അപ്പം ഞാൻ അത്രയ്ക്കൊന്നും കടന്ന് ചിന്തിച്ചില്ല ഇതുവരെ, ഇങ്ങനത്തെ ചിന്തയൊക്കെ നിൻ്റെ മനസ്സിലുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എല്ലാ വശവും നോക്കണ്ടേ മനുവേട്ട, ഒരാൾ എന്നെ ഉയർത്തി പിടിച്ചാൽ ഞാൻ അവിടെ ഞെളിഞ്ഞിരിക്കുകയാണോ വേണ്ടതെന്ന് അലീന ചോദിച്ചു. ഇത് ഞാൻ അർഹിക്കുന്ന സ്ഥാനമാണോ അല്ലയോ എന്ന് ഞാൻ ആലോചിക്കണ്ടേന്ന് ചോദിച്ചു. ഓരോ മുഖം മൂടി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ശരിക്കും ഞാനിവിടെ. അപ്പം അത് നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ അപ്പം മനുവേട്ടന് സത്യങ്ങളൊക്കെ അറിയാലോ. ആരോടെങ്കിലും മനുവേട്ടന് ഇതിനെപ്പറ്റി പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അഭിമാനത്തോടെ എന്നെ കാണാനോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാനോ പറ്റുമോ? അച്ഛന് ഞാൻ അഭിമാനമാണോ? അച്ഛന് അഭിമാനമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ മേഡം എന്ന് വിളിക്കുന്ന അമ്മയ്ക്ക് അഭിമാനമാണോ ഞാൻ? അല്ലല്ലോ. അമ്മയുടെ ബന്ധുക്കൾക്ക് അഭിമാനമാണോ ഞാൻ? ഒരിക്കലും അല്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും അപമാനം കൂടിയാണ് ഞാനെന്ന് പറഞ്ഞു. അല്ലേ മനുവേട്ട എന്ന് ചോദിക്കുമ്പോൾ മനുവിന് പറയാൻ വാക്കുകളും ഇല്ല, ചോദിക്കാനുള്ള ഒരു ഇതുമില്ല. അപ്പം നീ പറഞ്ഞ അത്രയും ശരിയാണ്, പക്ഷെ നീ അത്രയ്ക്കൊന്നും അങ്ങ് കയറി ചിന്തിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഞാൻ മനുവിനോട് പറഞ്ഞോട്ടെ, ഈ കൂട്ടത്തിൽ ഞാൻ കാരണം ഏറ്റവും കൂടുതൽ അപമാനം സഹിക്കേണ്ടി വന്നത് അച്ഛനാണെന്നും എല്ലാവരും ഉണ്ടായിട്ടും ഞാനൊരു അനാഥയായി പോയല്ലോ എന്ന് ഓർത്തിട്ട് അച്ഛൻ എന്നെ കൈവിടാനും വയ്യ. 10-23 വർഷത്തെ പരിശ്രമം കൊണ്ട് വളർത്തിയെടുത്തുകൊണ്ട് വന്ന കുടുംബം തകർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭാര്യയോടും മക്കളോടും സത്യം പറയാനും വയ്യ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ മുന്നിൽ പരഹാസ്യനാകുമല്ലോ എന്ന് വിചാരിച്ച് അവരോടും ഒന്നും പറയാൻ വയ്യ. ഭാര്യയോട് പറഞ്ഞ പിന്നെ ഒരിക്കലും അഭിമാനത്തോടെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് വൈജയന്തിയോടും അത് പറയാൻ വയ്യ. അപ്പം മനുവിന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം. മനു ഭയങ്കര സങ്കടത്തിൽ നിൽക്കാം. സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. വെറുക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ അലീനയുടെ സങ്കടം മനുവിൻ്റേതും കൂടി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം അച്ഛൻ ഇതിൻ്റെ എല്ലാം നടുവിൽ കിടന്ന് ഉരുക്കിക്കൊണ്ടിരിക്കുകയല്ലേ മനുവേട്ട എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ആർക്കും ഒന്നും അറിയില്ലല്ലോ മനുവേട്ട എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ സങ്കടപ്പെടുമ്പം മനു അവിടെ നിന്ന് എഴുന്നേറ്റ് അലീനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പം അലീന ഭയങ്കര കരച്ചിൽ. നീയാണ് മോളെ എൻ്റെ ഊന്നു വടി എന്ന് എൻ്റെ അച്ഛൻ പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ അച്ഛൻ എന്നിൽ വെച്ചിരിക്കുന്ന പ്രതീക്ഷ, അതിൻ്റെ മുഴുവൻ അർത്ഥവും എന്താണെന്ന് എനിക്കറിയാവുന്നു അലീന മനുവിനോട് പറയുക. ഞാനേ ഉള്ളൂ എൻ്റെ അച്ഛന്, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് അലീന നിന്ന് ഇങ്ങനെ കരയുമ്പോൾ മനു ആണെങ്കിൽ ചെന്ന് അലീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അങ്ങനെ മനുവിൻ്റെ നെഞ്ചിൽ ചാരി നിന്ന് നമ്മുടെ അലീന ഭയങ്കര കരച്ചിൽ. അങ്ങനെ നമ്മുടെ മനുവും അലീനയും അവിടെ നിൽക്കുന്നു. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന ഹരിയും ആ പെങ്കൊച്ചും കൂടെ ഒരു സ്ഥലത്തെത്തി. ഇതാണോ നീ പറഞ്ഞ കാനനച്ചോല എന്ന് ആ പെങ്കൊച്ച് ചോദിച്ചപ്പം അല്ല, കാനനച്ചോല ഇതിൻ്റെ ബാക്ടേഡിയയിലാണെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഈ ആട് മേയ്ക്കാൻ ആടുകൾ എവിടെയാ എന്ന് ചോദിക്കുമ്പം ഇവിടെ ഒരു ഒറ്റ ആടേ ഉള്ളൂ, അപ്പോൾ ശരണ്യാട്. അപ്പോൾ അപ്പോൾ എന്നെ മേയ്ക്കാൻ കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് കണ്ടില്ലേ പുല്ലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പം മേയുക റിലാക്സ് ചെയ്യുക പിന്നെയും മേയുക റിലാക്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പെങ്കൊച്ചോട് സംസാരിക്കുമ്പോൾ ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ ഹരിയേട്ടാ എന്ന് പറയും. അതല്ലേ ഞാൻ പറഞ്ഞത്, കാനനച്ചോല പോലെ ഏകാന്ത സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണിതെന്ന്, പ്രേമിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാണിതെന്നൊക്കെ ഹരി പറയുമ്പം ഇവിടെ ഫുഡൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു. എന്ത് വേണം നിനക്ക്? ഇവിടെ ഒരു കുക്കുണ്ട്, നമ്മൾ ഓർഡർ ചെയ്താലേ അപ്പം തന്നെ ഫ്രഷായിട്ട് കുക്ക് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് ഹരി ഇങ്ങനെ പോകുക കേട്ടോ. അവരിങ്ങനെ അതിനകത്തോടൊക്കെ ഇങ്ങനെ നടക്കുക. അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രം ഇന്നിവിടെ സ്പെൻഡ് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ അതിന് വേണ്ടി വല്ലേ നമ്മളിങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കുറേ ഫോട്ടോസ്, കിസ് ചെയ്യുന്ന ഫോട്ടോസ്. അപ്പോൾ അയ്യടാ അതൊന്നും വേണ്ട കേട്ടോ, മാനം മര്യാദയ്ക്ക് മനുഷ്യരെ കാണിക്കാൻ കൊള്ളാവുന്ന ഫോട്ടോസ് മതി കേട്ടോ എന്ന് ആ പെങ്കൊച്ച് പറഞ്ഞു. അന്നേരം അതൊക്കെ നിൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഹരി ഇങ്ങനെ പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക. എന്നിട്ട് അവിടുത്തെ ജോലിക്കാരനെ കണ്ടു. അത് ഇവിടുത്തെ ഓണർ അത് ഞാൻ തന്നെയാണ്, അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി അതും ഞാൻ തന്നെയാണെന്ന് ആ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഹരി ഇവിടെ ഫുഡൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നാ വേണമെന്നൊന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ഈ കാന്താരി ചിക്കനും പൊറോട്ടയൊക്കെ കിട്ടുമോ? അപ്പോൾ തരാമല്ലോ എന്ന് പറഞ്ഞു. അത് കുറച്ച് പെരട്ടി വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണം, കുക്കിനോട് പറഞ്ഞാൽ മനസ്സിലാവും ചോദിച്ചു. അപ്പോൾ മനസ്സിലാകും സാർ എന്നൊക്കെ അയാൾ പറഞ്ഞു. അപ്പം ഞാൻ നേരിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ പറഞ്ഞോളൂ സാർ എന്നൊക്കെ അയാൾ പറയാം. അയാളെ ഒന്ന് വിളിക്കുകയായിരുന്നെങ്കിൽ ഞാൻ നേരിട്ട് പറഞ്ഞോളായിരുന്നു എന്ന് പറയുമ്പോൾ അതും കുക്കിനെയാണോ? അതും ഞാൻ തന്നെയാണ് സാർ എന്നൊക്കെ അയാൾ പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഇതെന്തോന്ന് 3 in 1 എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ
നമ്മുടെ ഹരി. അപ്പോൾ ഒരു റൂമും കൂടെ വേണമായിരുന്നു. റൂമിന് എത്ര റെൻറ്റ്? അപ്പോൾ സാർ 3000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ പെങ്കൊച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ, എന്തിനാ റൂമൊക്കെ എടുക്കുന്നത്? അല്ല, കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കണ്ടേ, പിന്നെ ഒന്ന് ഫ്രഷ് ആവണ്ടേ, 3000 രൂപയൊന്നും കൊടുത്ത് റൂം എടുക്കണ്ടെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ലാന്നേ, സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ റൂം എടുക്കണം. അപ്പോൾ സ്റ്റേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെങ്കൊച്ചു ഹരി എന്ന് പറഞ്ഞ് അന്തം വിട്ട് നിൽക്കും. അപ്പോൾ ഇല്ലേ വീട്ടിൽ പോകണ്ടേ നമുക്കൊന്ന് ചോദിച്ചു. ആ ശരി, സ്റ്റേ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഈ 1-2 മണിക്കൂറത്തേക്ക് എത്ര രൂപയാകും റെൻ്റെന്ന് ചോദിച്ചു. ഇങ്ങനെ ദിവസം മറിച്ചൊന്നും കൊടുക്കാറില്ല എന്ന് അയാൾ പറഞ്ഞു. ശരി എന്നാൽ വേഗം തരാം. എന്താ മതിയോ? ആ മതി, ഞാൻ QR കോഡ് എടുത്ത് തരാം സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം എന്തിനാ ഹരിയേട്ട റൂമൊക്കെ എടുക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്നാ പെങ്കൊച്ചി ചോദിക്കുമ്പോൾ, ഏതായാലും നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, ഇരിക്കട്ടെ എന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഹരി പൈസയും കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ഒരു പൈസയൊക്കെ അടച്ചു കഴിഞ്ഞപ്പം സാർ ആധാർ കാർഡ് വേണം. ശരി, ഞാൻ വാട്സപ്പിൽ അയച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി സാർ എന്ന് പറഞ്ഞു. രജിസ്റ്റർ ഒന്നും ഇല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല സാർ എന്ന് അയാൾ പറഞ്ഞു. റൂം ബോയ് ഒന്ന് വിളിക്കാവോ? അപ്പോൾ റൂമൊന്ന് കാണാനാ. അപ്പോൾ സാർ അതും ഞാനാ എന്ന് ഇയാൾ പറയുമ്പം, ചേട്ടാ എൻ്റെ പൊന്നോ വേണമെന്നില്ലേ, ഞങ്ങളൊന്ന് ചുറ്റടിച്ചേച്ച് വരാൻ കേട്ടോ എന്നും പറഞ്ഞു ഹരി ആ പെങ്കൊച്ചിനെയും കൊണ്ട് അതിലേ അങ്ങ് പോയി. അങ്ങനെ അവിടെയൊക്കെ കണ്ട പെങ്കൊച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവിടുത്തെ ആ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ. ഹരി എന്നിട്ട് കൊച്ചിൻ്റെ കൂടെ ചെന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. രണ്ടുപേരും കൂടെ നിൽക്കുന്ന കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം പിന്നെ റീൽസൊക്കെ എടുക്കുന്നു. അങ്ങനെ ഹരി ആ പെങ്കൊച്ചും കൂടെ ഭയങ്കര ജോളി അടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുക. അതിന് ശേഷം ആ പെങ്കൊച്ചിൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നു, അതിൻ്റെ തലയിലൊക്കെ ഇങ്ങനെ തലോടുന്നു. ഹരിയുടെ ഉദ്ദേശം വേറെയാണ്, പെങ്കൊച്ചാണ് അത്രയ്ക്കൊന്നും അങ്ങ് ചിന്തിക്കുന്നതുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുമ്പം ഹരി ഇങ്ങനെ നമ്മുടെ ആ കൊച്ചിനോട് ചോദിച്ചു, നമുക്ക് റൂമിലേക്ക് പോയാലോ? അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഹരിക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ടങ്ങ് എത്തിക്കാനും പറ്റുന്നില്ല, പെങ്കൊച്ചമ്പിനും വില്ലിനും അടുക്കുന്നുമില്ല. എന്തായാലും ആ ഒരു സമയം അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ബാലൻ്റെ വീടാണ് കാണിക്കുന്നത്. ബാലൻ ഇങ്ങനെ നടന്നു വരുന്നു, ഫോൺ റിങ് ചെയ്യുമ്പോൾ വന്ന് എടുക്കുക. അപ്പോൾ ഹലോ ബാലേന്ദ്രനല്ലേ എന്ന് ചോദിച്ചു. ഹലോ ഗംഗേട്ടാ, എന്നെത്തി ലോക പര്യടനത്തിലായിരുന്നു എന്ന് അറിഞ്ഞല്ലോ എന്ന് പറയുമ്പം ആയിരുന്നു, ഞാനിപ്പോൾ ഡൽഹിയിൽ എത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ ഡൽഹിയിൽ ഇറങ്ങിയത്, ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും കിട്ടിയില്ലെന്ന് ചോദിച്ചു. അപ്പം അത് പിന്നെ ഇവിടെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്, അവരെ കണ്ടിട്ട് പോകാൻ ഇറങ്ങിയതാണെന്നും റിട്ടയർ ചെയ്യുന്ന കാലത്ത് ആർമി ഹെഡ് ക്വാർട്ടേഴ്സിലായിരുന്നല്ലോ ഞാനെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ശരിക്കും എവിടെ ഗംഗേട്ടൻ, എയർപോർട്ടിലാണോ എന്ന് ചോദിക്കുമ്പം എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മാധുരത്തില്ലേ കൂടെ എന്ന് ചോദിക്കുമ്പം ഉണ്ടല്ലോ. അല്ല, ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഡൽഹിയിൽ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് പറയാം. അപ്പോൾ വൈജ ആക്സിഡൻറ്റിൽ പെട്ട വിവരമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. ന്യൂയോർക്കിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇടയ്ക്ക് മെസ്സേജ് പോലും നോക്കാൻ പറ്റിയില്ല എന്നും ഗംഗേട്ടൻ പറയാം. അപ്പം ശിവേട്ടനെ വിളിച്ചില്ലേ, വിവരങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ അല്ലേ? അപ്പോൾ പറഞ്ഞു. പക്ഷേ ബാലചന്ദ്ര എന്താ അവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഗംഗേട്ടൻ്റെ പെങ്ങള് താടകവേഷം കെട്ടി ആടുകയായിരുന്നു കുറേ നാളായിട്ടേ, അതിൻ്റെ ഒരു റിസൾട്ടാണ് കഴിഞ്ഞ ദിവസം കണ്ടതെന്ന് ബാലൻ പറഞ്ഞു. തീർന്നിട്ടില്ല ആട്ടം, ഇനിയുണ്ട് എന്ന് ബാലൻ പറയുമ്പോൾ വൈജയ്ക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ശിവനും രാജീവനും പറഞ്ഞത് വളരെ സീരിയസ് ഇഞ്ചുറീസ് ആണെന്നാണല്ലോ. അതൊക്കെ ശരിയായ കാര്യം തന്നെയാണ്, എന്നാലും ജീവനുണ്ടല്ലോ ഗംഗേട്ട, അത്രയും മതി, അത്യാഗ്രഹമൊന്നുമില്ല. പിന്നെ അതുപോലൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഒരാൾ ജീവിച്ചിരിക്കുന്നത് തന്നെ അതിശയമാണെന്ന് പറയുമ്പം ബാലചന്ദ്രൻ അവിടെ എന്തൊക്കെയോ കഥകൾ പറഞ്ഞ് നടക്കുന്നെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പം അതെ, പല കഥകളും ഞാൻ പറയുന്നുണ്ട്, ഒറിജിനൽ സ്റ്റോറി തന്നെ പറയണമായിരുന്നു എന്ന് ചോദിക്കുമ്പം അയ്യോ അതല്ല ബാലചന്ദ്രൻ ഞാൻ ഉദ്ദേശിച്ചത്. ബാലചന്ദ്രൻ പതിയെ അതുമായി പൊരുത്തപ്പെട്ട് ഒരു കുടുംബത്തിൻ്റെ രക്ഷയെ കരുതി എന്നൊക്കെ ഇങ്ങനെ ഗംഗേട്ടൻ പറയുമ്പം പയ്യെ ആ നാണക്കേടിൻ്റെ പന തിന്ന് തീർക്കണമായിരുന്നു ഞാനല്ലേ എന്ന് ബാലൻ ഇദ്ദേഹത്തിനോട് ചോദിക്കാം. അലീനയും ബാലന് രക്തബന്ധമൊന്നും ഇല്ലല്ലോ, തൽക്കാലം അവളെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുമ്പം അലീനയുമായിട്ട് എനിക്ക് രക്തബന്ധമില്ലെന്ന് ആര് പറഞ്ഞു? എൻ്റെ മകളല്ലേ. ആ കഥ ശിവേട്ടൻ പറഞ്ഞില്ലേ വിശദമായിട്ട്. അപ്പോൾ എനിക്കറിയാലോ ബാലചന്ദ്ര അവൾ ആരാണെന്ന്. കഴിഞ്ഞ തവണ ഞാൻ പാലായിൽ വന്നപ്പം എല്ലാം മോഹിച്ചെടുത്തതാണ്. വൈജ പ്രസവിച്ച കുഞ്ഞു മരിച്ചു പോയിട്ടില്ല എന്നും അവളാണ് അലീന എന്ന പേരിൽ ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിൽക്കുന്നതെന്നും എല്ലാം എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പം ഓഹോ, എന്നിട്ട് അളിയൻ മിണ്ടാണ്ടങ്ങ് പോയി അല്ലേ? അതുകൊണ്ടാണ് പിന്നെ വിളിക്കാതിരുന്നതും പെങ്ങളുടെ പക്ഷം പിടിക്കാതിരുന്നതും അല്ലേ? കൊള്ളായതായാലും എന്ന് നമ്മുടെ ബാലൻ പറഞ്ഞു. നീതി നടക്കട്ടെ എന്ന് വിചാരിച്ചാണ്, സംഭവിച്ചു പോയില്ലേ. 23 വർഷം പുറകിലോട്ട് ചെന്ന് എല്ലാം വെട്ടിത്തിരുത്താനൊന്നും പറ്റത്തില്ലല്ലോ എന്നും ഗംഗേട്ടൻ പറയാം. അപ്പം ഗംഗേട്ടൻ എന്തുകൊണ്ടാണ് അനിയന്മാരോടും അമ്മമാരോടും പെങ്ങളോടും ഇതൊന്നും പറയാതിരുന്നത്?
അലീന വൈജയുടെ മകളാണ് എന്നുള്ള സത്യം അത് തുറന്നു പറയുന്നതല്ലേ ശരിക്കുള്ള നീതി എന്ന് ബാലൻ ഇങ്ങനെ ഇയാളോട് ചോദിച്ചപ്പം മറുപടിയില്ല. അത് പറഞ്ഞ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് എനിക്കറിയാമല്ലോ ബാല. നീ വൈജയുമായിട്ട് പിരിയും, അല്ലെങ്കിൽ അവൾ നിൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോകും. മക്കൾ കൂടി അറിഞ്ഞാൽ അവൾ വല്ല സൂയിസൈഡും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ബാലനോട് ഗംഗേട്ടൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നതെന്നൊക്കെ പറഞ്ഞപ്പം ബാലൻ ഒക്കെ മനസ്സിലായി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നീ സംയമനം പാലിക്കണം ബാലചന്ദ്ര, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, കാണാം, സംസാരിക്കാം. ആ ശരി എന്നും പറഞ്ഞ് ബാലൻ മറ്റന്നാൾ ഞാനങ്ങ് എത്തും, ഓക്കെ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ശരി നടക്കട്ടെ എന്ന് പറഞ്ഞ് ബാലന് ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ബാലൻ ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കും. എന്തായാലും എല്ലാവർക്കും അറിയാമായിരുന്നു, തനിക്ക് മാത്രമാണൊന്നും അറിയാതെ പോയത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാലൻ്റെ ആ ഒരു സങ്കടവും ആ ഒരു നിപ്പും ഒക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.